morning, sir. PSK, sir, good morning. Good morning. Good morning, sir. Good morning, Parvati. Sir, good morning. Oh, yes, good morning. സാർ അവിടെ കല്ലേക്കാട് ഒരു പവർ ഫെയിലിയർ ആയിരുന്നു. അത് വന്നു, പക്ഷെ അവിടേക്ക് സിസ്റ്റത്തിൽ നിന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരെല്ലാരും ട്രൈ ചെയ്യാന്നാണ് പറഞ്ഞത്. Okay. Good morning, Parikshit. Good morning, sir. How was yesterday's class about JEE and IITs? സർ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അത് പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. നീ ഡൗട്ട്സ് ഒന്നും ചോദിച്ചില്ലേ? ഇടയ്ക്ക് വെച്ച് പോയി സാർ. പിന്നെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പുറത്തായിരുന്നു, പിന്നെ ചാർജ് ഇല്ലാതെ. എനിക്ക് നിന്റെ വീട് എവിടെയാ പോ? എന്തോ സാർ മനസ്സിലായില്ല. നിന്റെ സ്ഥലം എവിടെയാ? പ്ലേസ് എവിടെയാ? വാർത്ത എനിക്ക് അടുത്താണ് സാർ. സ്വാമിയാർ മഠം എന്ന് പറയും. സ്വാമിയാർ മഠം. ഇപ്പൊ +1 +2? +2 സാർ. +2. മോക്ക് ടെസ്റ്റുകളിലൊക്കെ നല്ല മാർക്ക് വരാറുണ്ടോ? വരാറുണ്ട് സാർ. എത്ര വരെ വരാറുണ്ട്? ഒക്കെ പറയാൻ പറ്റില്ല സാർ. അത് കൂടിയും കുറഞ്ഞും. ജെഇ മോഡലാണോ വരുന്നത്? ജെയ് മോഡൽ. 300 എത്ര വരെയൊക്കെ സ്കോർ ചെയ്യാറുണ്ട്? 300 ഒരു 200, 160 അങ്ങനെയൊക്കെ. നല്ല സ്കോറാണ്. പക്ഷെ കുറവല്ലേ സാർ? 200 ബെസ്റ്റ് സ്കോർ അല്ലടാ. കുറവല്ലേ. ചില എക്സാം ഒക്കെ തീരെ കുറവ് വരും സാർ. ശരി. ഫ്രാങ്കോ? സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ നീ ക്ലാസ് അറ്റൻഡ് ചെയ്തോ? അറ്റൻഡ് ചെയ്തു. വൈഷ്ണവ, എന്താണ് നെറ്റ് ഓൺ ആവുന്നില്ലേ? സാർ, ഇവിടെ കുറച്ച് നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ക്ലിയർ ആയതേ ഉള്ളൂ. ഓക്കെ. എല്ലാ സൺഡേയും നെറ്റ്വർക്ക് പ്രശ്നം വരുന്നുണ്ട്. അതിപ്പോ വന്നപ്പോ കറണ്ട് ഒന്ന് പോയായിരുന്നു. ഓക്കെ. യൂഷ്വലി ഈ സൺഡേ എല്ലാവരും പണ്ട് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ മോർണിംഗിൽ നിങ്ങൾ എഴുന്നേൽക്കാറുണ്ടായിരുന്നോ? ലൈക്ക് നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോകാറുണ്ടായിരുന്നോ? അതോ സൺഡേ ഹോളിഡേ ആയിരുന്നോ? സൺഡേ ഞങ്ങൾക്കിപ്പോ ഈ സഫയറിന്റെ ക്ലാസ് വരുന്ന ദിവസം ക്ലാസ് ഉണ്ട്, അല്ലാത്ത ദിവസം സ്റ്റഡി ടൈം ആണ്. അപ്പൊ എപ്പോഴാണ് എഴുന്നേൽക്കുക? അത് രാവിലെ 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. എന്നിട്ട് പഠിക്കും? ആ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് ടഫാന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പോർഷൻ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ആ പോർഷനിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം. ഏതെങ്കിലും ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം. വൈഷ്ണവി എന്താ പറയുന്നത്? എനിക്ക് കേൾക്കുന്നില്ലേ വൈഷ്ണവിയെ? തെർമോഡൈനാമിക്സിൽ എന്താ ചെയ്യിക്കണ്ടേ? പറഞ്ഞോ, ഞാൻ ചെയ്യിപ്പിച്ചു തരാം. പ്രോബ്ലംസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയാണോ? തെർമോഡൈനാമിക്സ് ചെയ്യിപ്പിക്കട്ടെ? ഓക്കെ, എൽട്ടൺ പെജോ റെഡിയാണോ? എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കിയ. ദേവിക, അപർണ, അപ്സര, ആദിത്യ, അനുഷ്ക, ക്യുക്കായിട്ടൊന്ന് പറയാം. തെർമോഡൈനാമിക്സ്. ഈ ഡയാതെർമിക് എന്ന് പറയുന്ന മീനിങ് എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡയാതെർമിക് വാൾ? ഡയാതെർമിക്
പറയടാം. ഡയാതെർമിക് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് വാൾ. പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് വാൾ. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? സിൽവർ വെസൽ, സിൽവർ. ഈ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു എ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അഡയാബാറ്റിക് എന്ന് പറയും. അഡയാബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഇൻസുലേറ്റിംഗ് വാൾ. ഇപ്പൊ ഡയാതെർമിക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കണ്ടക്ടറും ഡയാബാറ്റിക് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ഇൻസുലേറ്ററും. എന്തിനാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, സീറോത്ത് ലോ ഒക്കെ പഠിച്ചില്ലേ? തേർഡ് ലോ ഇല്ല, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്നൊരു കാര്യം ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. An ideal monoatomic gas is taken around a cycle ABCDA. എയിൽ നിന്ന് തുടങ്ങി ബിയിലോട്ട് പോയി, ബിയിൽ നിന്ന് സിയിലോട്ട് പോയി, സിയിൽ നിന്ന് ഡിയിലോട്ട് പോയി, ഡിയിൽ നിന്ന് വീണ്ടും എയിലേക്ക് വന്നു. വർക്ക് ഡൺ ഡ്യൂറിങ് ദ സൈക്കിൾ. ഇത് എന്ത് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്? Cyclic process. സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈക്ലിക് പ്രോസസ്സിൽ ചെയ്ത വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റ് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉൾഭാഗത്ത് കിടക്കുന്ന ഏരിയ കണ്ടുപിടിച്ചാൽ മതി. സൈക്ലിക് പ്രോസസ്സിൽ ചെയ്ത വർക്ക് ഡൺ കാണാൻ പറഞ്ഞാൽ ഏരിയ ഇൻസൈഡ് ഏതെടുത്താൽ മതി? ദാറ്റ് ലൂപ്പ് എടുത്താൽ മതി. പിന്നെ എളുപ്പമാണ്. ഇതിന്റെ ഏരിയ കിട്ടാൻ എന്താ ചെയ്യുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അല്ലേ? ലെങ്ത് എന്ന് പറയുമ്പോൾ 2Vയിൽ നിന്ന് വിയിലേക്ക് പോയാൽ ഡിഫറൻസ് എത്രയാ? വി അല്ലേ? പ്രഷർ 2Pയിൽ നിന്ന് പിയിലേക്ക് പോയാൽ ഈ സൈഡ് എത്രയാ വരിക? പി അല്ലേ വരിക? അപ്പൊ ഏരിയ എത്രയായിരിക്കും? പി വി. ഏരിയ ഈസ് പി വി. ഓക്കെ, ഓക്കെ ആണോ? Yes, sir. നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യണേ, ക്വിക്കായിട്ട് റിപ്ലൈ തരണേ, എന്നാലേ ക്ലാസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആവുള്ളേ. ഇതൊന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല ക്ലാസ്. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഓഫാക്കി പോയാ. ദൈവിക ന്യൂ സ്റ്റുഡൻ്റ് ആണോ? ദൈവിക രാധാകൃഷ്ണൻ Yes, sir. ഏത് ബ്രാഞ്ചിലാണ് പഠിക്കുന്നത്? ആലുവ. ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യണോ? അല്ല. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല. അമൃത, ശിവബാല, അമിത, വൈഷ്ണവി എല്ലാം പോയാ? ശരി, വേണ്ട, ഞാൻ തന്നെ പറയാം. പറ്റുമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. വീഡിയോ ഓഫ് ആക്കിയാലേക്ക് കുഴപ്പമില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യില്ലെങ്കിൽ പിന്നെ എന്ത് ക്ലാസ്സാ? എല്ലാവരും ഒരു ഫിഗർ, ഒരു പി വി ഡയഗ്രം വരച്ച എല്ലാവരും. എഴുതിയോ? വരച്ചോ? ഇതൊരു പി വി ഡയഗ്രമാണ്. പി വി ഡയഗ്രം.
വരച്ചോ? Yes, sir. An ideal monoatomic gas. എഴുതിക്കോ. An ideal monoatomic gas. An ideal monoatomic gas undergoes a cyclic process ABCDA. An ideal monoatomic gas. 1 mole കൂടെ ചേർത്തോ. 1 mole, 1 mole. An ideal monoatomic gas 1 mole undergoes a cyclic process ABCDA. എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ വന്ന് അവസാനിച്ചു. ABCDA. Initially the gas is under a thermodynamical situation PVT. പ്രഷർ പി ആണ്, വോളിയം വി ആണ്, ടെമ്പറേച്ചർ ടി ആണ്. അതായത് ഈ പോയിന്റിലെ ടെമ്പറേച്ചർ നമുക്ക് തന്നിരിക്കുന്നു ടി ആണെന്ന്. ഓക്കെ, Okay, sir. ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 1 1 by 1 ആയിട്ട് എഴുതിക്കോട്ടോ, ഓരോന്നായിട്ട് എഴുതിക്കോ. എ ബി ഈസ് എ ഡാഷ് പ്രോസസ്. പറഞ്ഞോ, എ ബി ഏത് പ്രോസസ് ആണെന്ന്? Cyclic process. എ ബി മാത്രം, എ ബി. Isochloric. ആ, കാരണം എ ബി എന്ന് പറയുന്ന പ്രോസസ്സിൽ ആര് കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണ്? മുകളിലേക്ക് പോകുമ്പോൾ വോളിയം മാറാതെ നിൽക്കല്ലേ? വോളിയം മാറാതെ നിൽക്കുന്ന കാരണം എ ബി ഈസ് എ ഡാഷ് പ്രോസസ്. ആൻസർ എന്ന് പറഞ്ഞേ. Isochloric. ഐസോകോറിക്. ഐസോകോറിക് പ്രോസസ്. BC is a dash process. Second question. BC ഏത് പ്രോസസ്സാ? Isobaric. ഐസോബാറിക്കിൽ തന്നെ വോളിയം കൂടുക ചെയ്യുന്നു. വോളിയം കൂടുമ്പോൾ അത് എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ? Expansion. Isobaric expansion. It is isobaric expansion. Isobaric expansion. Okay. Third one, CD is a CD ഏത് പ്രോസസ്സാ? Isochloric. Again isochloric. Fourth one, DA എന്തായിരിക്കും? DA is a Isobaric compression. ഐസോബാറിക് കംപ്രഷൻ. ഐസോബാറിക് കംപ്രഷൻ. വോളിയം കുറയുന്നത് കാരണം കംപ്രഷൻ ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഐസോബാറിക് പ്രോസസ് ആണ്. ഇത്ര എല്ലാവരും ക്ലിയർ ആയോ? 4 പ്രോസസ്സുകൾ ഐഡന്റിഫൈ ചെയ്തോ? Yes, sir. ഓരോന്നായിട്ടൊന്ന് പറഞ്ഞേ. എ ബി ഈസ് ഐസോകോറിക് പ്രോസസ്. ബി സി Isobaric expansion. ഐസോബാറിക് എക്സ്പാൻഷൻ. സി ഡി Isobaric compression. ഐസോകോറിക്. ഐസോകോറിക്കിൽ കംപ്രഷനും എക്സ്പാൻഷനും ഒന്നും ഇല്ല, കാരണം വോളിയം കോൺസ്റ്റന്റ് അല്ലേ. ഐസോകോറിക് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എക്സ്പാൻഷൻ കംപ്രഷൻ എന്ന് പറയാൻ പാടില്ല, കാരണം വോളിയം കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഡി എന്ന് പറഞ്ഞാലോ? Isobaric compression. ഐസോബാറിക് കംപ്രഷൻ. ഇനി
നമുക്ക് ആ എ ബി എന്ന് പറയുന്ന പ്രോസസ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് പോകും. എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഡെൽറ്റ ഡബ്ല്യു എന്ന് കണ്ടുപിടിച്ചേ. ഡെൽറ്റ ഡബ്ല്യു എ ബി, വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് എ ബി. ഡെൽറ്റ ഡബ്ല്യു എ ബി എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഡെൽറ്റ ഡബ്ല്യു എ ബിയുടെ വാല്യൂ എന്തായിരിക്കും? വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് എ ബി. സീറോ അല്ലേ? ആ, 0 ആണ്. എന്താ കാരണം 0 വരാൻ കാരണം എന്താ? പി ഇൻറ്റു ഡെൽറ്റ വി അല്ലേ? അപ്പൊ ഡെൽറ്റ വി ഇല്ലല്ലോ. ആ, ഡെൽറ്റ വി ഇല്ല. അതുകൊണ്ട് വോളിയം ചേഞ്ച് ആവാത്തത് കാരണം വർക്ക് ഡൺ 0 ആണ്. കറക്റ്റ് ആണ്. ഡെൽറ്റ യു ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് എത്രയായിരിക്കും? ഡെൽറ്റ യു എ ബി. ഡെൽറ്റ യു കാണാനുള്ള എക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എൻ സി വി ഡെൽറ്റ ടി എന്നാണ്. അല്ലേ? യെസ് സർ. ഇല്ലെങ്കിൽ പഠിച്ചു വെക്കണം. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് എൻ സി വി ഡെൽറ്റ ടി. ഓക്കെ. ഓക്കെ സർ. എന്നിന്റെ വാല്യൂ 1 മോൾ എന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? യെസ് സി സർ. വി കാണാനുള്ള ഇക്വേഷൻ എല്ലാവരും ഓർമ്മിച്ച് വെച്ചോ. സി വി കാണാനുള്ള ഇക്വേഷൻ ആണ് F/2R, where F is the number of degrees of freedom. മോണോ അറ്റോമിക് ആയതുകൊണ്ട് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാ? മോണോ അറ്റോമിക് ആവുമ്പോൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണെന്ന്? ഈ എഫ് എത്രയാ? 3. ഡയറ്റോമിക്കിന് 5 ആണ്, മോണോ അറ്റോമിക്കിന് 3 ആണ്. ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ T1 T ആണ്. T2 എന്തായിരിക്കും? T2. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം വോളിയം കോൺസ്റ്റന്റ് ആയി പ്രഷർ ഡബിൾ ചെയ്യണം. പ്രഷർ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്താവും? പ്രഷർ ഡബിൾ ആയി കഴിഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്യേണ്ടി വരും? ഡബിൾ ആവും. അപ്പൊ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ എന്ത് വരും? 2T - T that is equal to T എന്ന് വരും. ശരിയല്ലേ? യെസ് സർ. അപ്പോ therefore delta U AB is equal to delta U AB is equal to 1 into 3/2 R into T. ആണോ? യെസ് സർ. അപ്പൊ അത് തന്നെയാണ് ആൻസർ. പോസിറ്റീവ് 3/2 RT. ഇതാണ് ആ ഗ്യാസ് ചെയ്ത വർക്കല്ല, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഈ ഇന്റേണൽ എനർജി ചേഞ്ച് ആവണമെങ്കിൽ നമ്മൾ എനർജി കൊടുക്കണം. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്തായിരിക്കും? ഡെൽറ്റ ക്യൂ ടോട്ടൽ എനർജി അബ്സോർബ്ഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? അല്ലേ? യെസ് സർ. അപ്പൊ ഡെൽറ്റ ക്യൂ എ ബി എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക നമുക്ക്? 3/2 R. 3/2 RT അതും വരും. കാരണം ഡെൽറ്റ ഡബ്ല്യുവിന്റെ വാല്യൂ എന്തായതുകൊണ്ട്? 0 ആയതുകൊണ്ട്. അപ്പൊ ആ പ്രോസസ്സിൽ അബ്സോർബ് ചെയ്ത എനർജി മുഴുവൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്? ഇന്റേണൽ എനർജി റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഞാൻ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻ ദിസ് പ്രോസസ് എ ബി, വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ എനർജി യൂട്ടിലൈസ്ഡ് ടു ഇൻക്രീസ് ഇന്റേണൽ എനർജി? ഇല്ല സർ. 100% മുഴുവൻ. കാരണം അബ്സോർബ് ചെയ്ത എനർജി മുഴുവൻ എന്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു? ഇന്റേണൽ എനർജി. ഇതേ പ്രോബ്ലത്തിൽ ഞാൻ ചോദിക്കണം, ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ എനർജി യൂട്ടിലൈസ്ഡ് ടു ഡു എക്സ്റ്റേണൽ വർക്ക് ചോദിച്ചാലോ? 0 ആണ്. അതായത് ഈ പ്രോസസ്സിൽ എ ബി എന്ന് പറയുന്ന പ്രോസസ്സിൽ ഗ്യാസ് എനർജി വാങ്ങിച്ചു നമുക്ക് മനസ്സിലാവാൻ കാരണം ടെമ്പറേച്ചർ കൂടുക ചെയ്തത്. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടിയത് കാരണം എനർജി അബ്സോർബ് ചെയ്തു. പക്ഷെ ആ അബ്സോർബ് ചെയ്ത എനർജി മുഴുവൻ ഗ്യാസ് ഉപയോഗിച്ച് എന്തിനു വേണ്ടി മാത്രമാണ്?
ഇന്റേണൽ എനർജിക്ക് വേണ്ടി. ഇന്റേണൽ എനർജി റൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടേ ഇല്ല? വർക്ക് ചെയ്യാൻ. വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അത്രയും ക്ലിയർ ആയോ? Yes, sir. ഇനി ഇത് മറന്നു പോരുതേ. രണ്ടാമത്തെ പ്രോസസ് ഏതാ? ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പൊ 2T ആയി. ഇനി നോക്കി നോക്ക്, പ്രഷർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് വോളിയം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്തായിട്ട് മാറും? 4T ആവും. ഇപ്പൊ 2Tയിൽ നിന്ന് എവിടേക്ക് പോയിനി? 40. 4Tയിലേക്ക് പോകും. ഞാൻ അടുത്ത പ്രോസസ്സിലേക്ക് പോണേ. B2Cയിൽ നമുക്ക് ഡെൽറ്റ ഡബ്ല്യു എന്തായിരിക്കും? ഡെൽറ്റ ഡബ്ല്യു 0. അതെങ്ങനെ 0 ആവണം? ഐസോ സോറി സാർ, ഞാൻ സീറ്റ് ബാറിക് പ്രോസസ് അല്ലേ? BC എന്ന് പറയുമ്പോൾ ഐസോ ബാറിക് അല്ലേ? ഒന്നുകിൽ P ഡെൽറ്റ വി ഉപയോഗിക്കാം, ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു R ഡെൽറ്റ ടി ഉപയോഗിക്കാം അല്ലേ? യെസ് സാർ. ഇപ്പൊ ഡെൽറ്റ ഡബ്ല്യു BC ഈസികൾ എന്ത് കിട്ടും? ആറിന്റെ വാല്യൂ 6 തന്നെ. ഡെൽറ്റ ടി എന്ന് പറയുമ്പോഴോ 4T minus 2T, that is equal to R into 2T. So that is equal to 2RT എന്ന് വരും. മനസ്സിലായോ? യെസ് സാർ. ഡെൽറ്റ യു BC എന്താ വരിക? NCV ഡെൽറ്റ ഡി. N എത്രയാ? 1. പ്രോബ്ലത്തിൽ പറഞ്ഞ N1 മോളാന്ന്. CVയുടെ വാല്യൂ എത്രയാ? മോണോറ്റോമിക് ആയതുകൊണ്ട് 3/2R. ഡെൽറ്റ ഡി 4T minus 2T, that is equal to 3/2R into 2T. 2 കട്ടാവും. സോ 3RT എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആകെ അബ്സോർബ് ചെയ്ത എനർജി എത്ര വരും? ഡെൽറ്റ ക്യൂ BC എത്ര വരാം? രണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, NCP ഡെൽറ്റ ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും. എന്നിന്റെ വാല്യൂ 1 ഇൻറ്റു CPയുടെ വാല്യൂ CV പ്ലസ് R കൊടുത്താൽ മതി ഇൻറ്റു ഡെൽറ്റ ടി. സോ 1 ഇൻറ്റു CVയുടെ വാല്യൂ 3/2R പ്ലസ് R ഇൻറ്റു 2T. 2T കിട്ടിയത് മനസ്സിലായില്ലേ? ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ 4T minus 2T എത്ര കിട്ടും? ആകെ 5RT എന്ന് വരും. ഓക്കെ. ഈ രണ്ടാമത്തെ പ്രോസസ്സിൽ ഗ്യാസ് ആകെ അബ്സോർബ് ചെയ്ത എനർജി എത്രയാ? മൊത്തം അബ്സോർബ് ചെയ്ത എനർജി എത്രയാ? 5RT. ഈ 5RTയിലെ 2RT എന്തിനു വേണ്ടിയാ ഉപയോഗിച്ചേ? വർക്ക് ചെയ്യാൻ. 3RT എന്തിനു വേണ്ടിയാ ഉപയോഗിച്ചേ? കമോൺ, ഇത് കണ്ടുപിടിക്കാൻ ഏരിയ അണ്ടർ BC എടുത്താലും ഇതേ ആൻസർ കിട്ടൂട്ടാ. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, രണ്ടാമത്തെ പ്രോസസ്സിൽ ആകെ അബ്സോർബ് ചെയ്ത എനർജി 5RT ആയിരുന്നു. അതിൽ 2RT ഇന്റേണൽ എനർജി വർക്ക് ചെയ്യാനും 3RT എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഇന്റേണൽ എനർജി കൂട്ടാൻ. എന്നാ പാർവതി പറഞ്ഞു. ഇൻ ദിസ് പ്രോബ്ലം വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ എനർജി യൂട്ടിലൈസ്ഡ് ടു ഇൻക്രീസ് ഇന്റേണൽ എനർജി? 3/5. യെസ്, 3/5. കാരണം 3RT/5RT എന്ന് വരും. RT കട്ടാവും 3/5, അതായത് 6/10, അതായത് 60% അല്ലേ? അതായത് ഈ രണ്ടാമത്തെ പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന ആകെയുള്ള എനർജിയുടെ 60% എന്തിനു വേണ്ടി ഉപയോഗിക്കും?
ഇന്റേണൽ എനർജിക്ക് കൂട്ടാം. ഇന്റേണൽ എനർജി റൈസ് ചെയ്യാനും 40% എന്തിനു വേണ്ടി ഉപയോഗിക്കും? വർക്ക് ചെയ്യാൻ. വർക്ക് ചെയ്യാൻ ഉപയോഗിക്കും. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ എനർജി യൂട്ടിലൈസ്ഡ് ടു എക്സ്റ്റേണൽ വർക്ക് ചോദിച്ചാലോ? 2/5. 4/10 40% അല്ലേ വരിക. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോ, ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കാം, ഈ BC എന്ന് പറയുന്ന പ്രോസസ്സിൽ ആകെ അബ്സോർബ് ചെയ്ത് 5 RT ആണ്. അതിൽ 3 RT ഗ്യാസ് ഇന്റേണലി റൈസ് ചെയ്യിപ്പിക്കാനും പിന്നെ വരുന്ന 2 RT ഗ്യാസ് എക്സ്റ്റേണലി വർക്ക് ചെയ്യാനുമാണ് ഉപയോഗിക്കുക. അതായത് 60% ഇന്റേണൽ എനർജി റൈസ് ചെയ്യിപ്പിക്കാനും 40% എന്തിനു വേണ്ടി ഉപയോഗിക്കും? വർക്ക് ചെയ്യാൻ. വർക്ക് ചെയ്യാനും ഉപയോഗിക്കും. വർക്ക് ചെയ്യാനും യൂസ് ചെയ്യും. ക്ലിയർ ആയോ? സാർ ഇതല്ലാണ്ട് ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആ, കാർനോട്ട് എഞ്ചിൻ ശരിക്ക് ജെയുടെ സിലബസിലുണ്ടോ? കാർനോട്ട് എഞ്ചിൻ സിലബസിലൊന്നുമില്ല. CBSE ബോർഡ് എക്സാം സിലബസിലില്ല. അല്ല, സ്റ്റേറ്റ് +1 മാത്രമല്ലേ ഉള്ളൂ? ആ, ആ. എൻട്രൻസിലുണ്ട്. സാർ അപ്പൊ ആ ഭാഗം ഒന്ന് എടുത്തരാൻ പറ്റുമോ? കാർനോട്ട് എഞ്ചിന്റെ. കാർനോട്ട് എഞ്ചിൻ ഒരു പ്രാവശ്യം നമ്മൾ പഠിപ്പിച്ചില്ലേ? അന്ന് എനിക്കെന്തോ റേഡിയേറ്റിക്കൊന്ന് കയറാൻ പറ്റിയില്ല. ആ, അത് കുഴപ്പം. ഞാനൊരു ദിവസം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വരാനായിട്ടല്ലേ. ഇതും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാർനോട്ട് എഞ്ചിനിലേക്ക് തന്നെയാണ് ഈ പ്രോബ്ലം ചെയ്തിട്ട്. ഓക്കെ സാർ. ഇതൊക്കെ നിനക്ക് മനസ്സിലായാ? ഇതൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്നാ അടുത്ത് ചോദിക്കാം. ഇനി ഇവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ സിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ കൂടുക കുറയോ? കുറയും. കുറയും. എന്താ കാരണം? പ്രഷർ ആ, പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞു. പ്രഷർ 2Pയിൽ നിന്ന് Pയിലേക്ക് പോയി അല്ലേ? യെസ് സാർ. പ്രഷർ 2Pയിൽ നിന്ന് Pയിലേക്ക് പോയാൽ വോളിയം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത് കാരണം ടെമ്പറേച്ചർ കുറയും. അപ്പോൾ 40യിൽ നിന്ന് എവിടേക്ക് പോയി? 2T. ഇപ്പൊ C മുതൽ D വരെയുള്ള പ്രോസസ്സ് നമുക്ക് നോക്കാം. C to D. ഡെൽറ്റ യു സി ഡി എന്താ വരിക? ഡെൽറ്റ യു സി ഡി N എത്രയാ? CV എത്രയാ? ഡെൽറ്റ ടി എത്രയാ? 2T - 4T എന്ന് വരും അല്ലേ? അല്ലേ? യെസ് സാർ. ഇപ്പൊ 3/2 R × -2T എന്ന് വരും അല്ലേ? 2 കട്ടാവും. ദാറ്റ് ഈസ് -3 -3 RT എന്നല്ലേ വരാ? യെസ് സാർ. ഡെൽറ്റ ഡബ്ല്യു സി ഡി എന്തായിരിക്കും? ഡെൽറ്റ ഡബ്ല്യു സി ഡി 0 ആയിരിക്കും. 0, കാരണം അത് എന്ത് പ്രോസസ് ആയതുകൊണ്ട്? അപ്പൊ ഡെൽറ്റ ക്യു സി ഡി എന്തായിരിക്കും? -3 RT. -3 RT തന്നെ. കാരണം എന്തില്ല? ഡെൽറ്റ ഡബ്ല്യുവിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഇത് ഈക്വൽ ആയിരിക്കും അല്ലേ? ഇപ്പൊ ഈ പ്രോബ്ലത്തില് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ എനർജി യൂട്ടിലൈസ്ഡ് ടു ഡു എക്സ്റ്റേണൽ വർക്ക് എത്രയായിരിക്കും? 100. 0. ഫ്രാക്ഷൻ ഓഫ് ദ എനർജി യൂട്ടിലൈസ്ഡ് ടു ഇൻക്രീസ് ഇന്റേണൽ എനർജി എന്തായിരിക്കും? 100%. ഇനി അടുത്തത് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് എന്ത് സംഭവിക്കും? ലാസ്റ്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണേ. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് വോളിയം എന്ത് ചെയ്തു? വീണ്ടും കുറഞ്ഞില്ലേ? യെസ് സാർ. അപ്പൊ ടെമ്പറേച്ചർ കൂടുക കുറയോ? കുറയും. കുറയും.
2T വോള്യം പകുതി ആയതുകൊണ്ട് ടെമ്പറേച്ചറും പകുതിയാവും. അപ്പോൾ 2T വീണ്ടും T ആവും. അതായത് തുടങ്ങിയ അതേ ടെമ്പറേച്ചറിലേക്ക് തിരിച്ചെത്തി. ഈ തുടങ്ങിയ അതേ ടെമ്പറേച്ചറിലേക്ക് തിരിച്ചെത്തുന്നതിനെയാണ് നമ്മൾ സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. എന്ത് പ്രോസസ്സാ? സൈക്ലിക് Cyclic പ്രോസസ്. ഇപ്പൊ D മുതൽ A വരെയുള്ളത് നോക്കാം. D to A. D മുതൽ A വരെ പോകുമ്പോൾ ഡെൽറ്റ യു ഡി എ എത്ര വരെ? ഡെൽറ്റ യു ഡി എ ഡെൽറ്റ യു കാണാനുള്ള ലൊക്കേഷൻ എൻ സി വി ഡെൽറ്റ ഡി അല്ലേ? എൻ എത്രയാ? 1. സി വിയോ 3/2. ഡെൽറ്റ ടി ടി മൈനസ് 2T എന്നല്ലേ വരാം? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ മൈനസ് 3RT എന്ന് വരും അല്ലേ? 3/2 RT എന്ന് വരും അല്ലേ? Yes, sir. ഇനി ഡെൽറ്റ ഡബ്ല്യു ഡി എ എന്ന് പറഞ്ഞേ. ഡെൽറ്റ ഡബ്ല്യു ഡി എ PV. ഡെൽറ്റ ഡബ്ല്യു ഡി എ PV. പി ഡെൽറ്റ വി എന്ന് എഴുതാം, ഓർ ആർ ഡെൽറ്റ ടി എന്ന് എഴുതാം. കാരണം അത് എന്ത് പ്രോസസ്സാണ്? Isobaric. ഐസോബാറിക്. ആറിന്റെ വാല്യൂ 6 തന്നെ. ഡെൽറ്റ ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞേ T മൈനസ് 2T. എന്തുകൊണ്ടാണ് T മൈനസ് 2T? Final minus initial. ദാറ്റ് ഈസ് ഈക്വൽ മൈനസ് RT എന്ന് വരും. Therefore ഡെൽറ്റ ക്യൂ ഡി എ എന്താ പറയുക? രണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ? വേണ്ടേ? അപ്പൊ മൈനസ് 3/2 RT പ്ലസ് മൈനസ് RT എത്ര വരും? 1 1/2 2.5. അപ്പൊ മൈനസ് 5/2 RT എന്നല്ലേ വരിക? ആണോ? Yes, sir. മൈനസ് 5/2 RT. നാല് പ്രോസസ്സുകൾ അനലൈസ് ചെയ്തില്ലേ? Yes, sir. അതിൽ ഫസ്റ്റ് പ്രോസസ് എന്തായിരുന്നു? AB. Isobaric process. BCO Isobaric expansion. ഐസോബാറിക് എക്സ്പാൻഷൻ. CDO Isobaric. ഐസോകോറിക്. DAO Isobaric compression. High compression. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 4 പ്രോസസ് ആയിരുന്നില്ലേ? ഈ 4 പ്രോസസ്സിലെ വർക്ക് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. ഡെൽറ്റ ഡബ്ല്യു 1 പ്ലസ് ഡെൽറ്റ W2 പ്ലസ് ഡെൽറ്റ W3 പ്ലസ് ഡെൽറ്റ W4 എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് എന്താ കിട്ടുമെന്ന് പറഞ്ഞേ. ആദ്യത്തിൽ എത്രയായിരുന്നു? ഡെൽറ്റ W 0. രണ്ടാമത്തേലോ? 2RT. 2RT. മൂന്നാമത്തേലോ? 0. നാലാമത്തേലോ? Minus RT. മൈനസ് RT. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? RT. ഇതാണ് ഈ ഗ്യാസ് ചെയ്ത ആകെയുള്ള വർക്ക്. 4 പ്രോസസ്സിലും കൂടെ ചേർത്ത് ചെയ്ത വർക്ക് കേട്ടോ. AB എന്ന് പറയുന്ന പ്രോസസ്സേയും BCയിലെ വർക്ക് ഡണും CDയിലെ വർക്ക് ഡണും DAയിലെ വർക്ക് ഡണും കൂടെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ RT എന്ന് കിട്ടും. ഓക്കെ. ഡെൽറ്റ യു ടോട്ടൽ എന്താ വരിക? ഡെൽറ്റ U1 പ്ലസ് ഡെൽറ്റ U2 പ്ലസ് ഡെൽറ്റ U3 പ്ലസ് ഡെൽറ്റ U4. ആദ്യത്തേൽ ഡെൽറ്റ U1 എത്രയാ? 3/2 RT. 3/2 RT. രണ്ടാമത്തേലോ? 3RT. 3RT. മൂന്നാമത്തേലോ? Minus 3RT. മൈനസ് 3RT. നാലാമത്തേലോ? Minus 3/2.
എല്ലാം കൂടെ ആഡ് ചെയ്താൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, 0 വരും. മനസ്സിലായോ? അതായത് അതിനാണ് ഈ സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഈ 4 പ്രോസസ്സിലും ഇന്റേണൽ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ ഓവറോൾ ആയി 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരുമ്പോഴാണ് അതിനെ നമ്മൾ സൈക്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലിക് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഓവറോൾ വർക്ക് ഡൺ എന്തായിരിക്കും? ഓവറോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എന്തായിരിക്കും? 0. Therefore, delta W equal to delta U plus delta W എന്നല്ലേ പഠിച്ചല്ലേ? Yes, sir. ഡെൽറ്റ ക്യൂ ഈക്വൽ ഡെൽറ്റ ക്യൂ. അപ്പൊ ഡെൽറ്റ ക്യൂ ഈക്വൽ എന്ത് കിട്ടും? ഡെൽറ്റ ക്യൂ ഈക്വൽ കമോൺ RT. 0 പ്ലസ് ആർ ടി എന്നല്ലേ വരിക അല്ലേ? Yes, ആണോ? sir. അതായത് സൈക്ലിക് പ്രോസസ്സിൽ മൊത്തത്തിൽ എടുക്കുന്ന എനർജിയുടെ 100% എന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കും? Okay. വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. എന്തിനു വേണ്ടി ഉപയോഗിക്കില്ല? Internal energy കൂട്ടും. അപ്പൊ എന്താ സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ ടോട്ടലി അബ്സോർബ് ചെയ്യുന്ന എനർജി എന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കണം? Work ചെയ്യാൻ. എക്സ്റ്റേണലി വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. എന്തിനു ഉപയോഗിക്കരുത്? Internal energy കൂട്ടാൻ. ഇന്റേണലി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കരുത്. അതിനെയാണ് നമ്മൾ ഈ സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ 4 പ്രോസസ്സുകളുണ്ട്. ഈ 4ഉം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സൈക്ലിക് പ്രോസസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, 4 പേരെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സൈക്ലിക് പ്രോസസ് ഉണ്ടാക്കുന്നത്. ആ സൈക്ലിക്കിൽ നമ്മൾ കൊടുക്കുന്ന എനർജി മുഴുവൻ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? Work ചെയ്യാൻ. വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല? Energy കൂട്ടാൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതാണ് ഒരു സൈക്ലിക് പ്രോസസ്. നിങ്ങളെല്ലാവരും എവിടേക്ക് പോയിരുന്നു കുറച്ച് മുന്നേ? കറണ്ട് പോയാ? സിസ്റ്റം പെട്ടെന്ന് ഓഫായി സർ. ഓക്കെ ഓക്കെ. ഓക്കെ, ഓക്കെ. അടുത്ത ക്വസ്റ്റൻ ഒന്ന് വായിച്ച അമൃത വായിച്ച. അമൃത, അമൃത സർ ആ വായിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ കാണാനില്ലേ? heat given to an ideal gas under isothermal condition is inserted. ആ, ഐസോതെർമൽ എന്ന് പറഞ്ഞത് കൊണ്ടേ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നല്ലേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഐസോതെർമൽ ആയത് കാരണം ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്തായിരിക്കും? 0. അപ്പൊ ഡെൽറ്റ ക്യൂ ഈക്വൽ എന്താ കിട്ടുക? Delta W. ഡബ്ല്യുവിന്റെ ആൻസർ പറഞ്ഞേ. നമ്മൾ കൊടുക്കുന്ന എനർജി ഇൻക്രീസിങ് ടെമ്പറേച്ചറിന് വേണ്ടിയിട്ടാണോ? അല്ല. ഇൻ ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക് ആണോ? അതെ. അതെ. ഇൻക്രീസിങ് ഇന്റേണൽ എനർജി ആണോ? അല്ല. അല്ല. ഇൻ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ആൻഡ് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക് ആണോ? അല്ല. അല്ല. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, ഇൻ ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിന്റെ സമയത്ത് നമ്മൾ കൊടുക്കുന്ന എനർജി ആ ഗ്യാസ് മുഴുവനായിട്ട് ഇന്റേണൽ എനർജി റൈസ് ചെയ്യാൻ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. എന്തിനു വേണ്ടി ഉപയോഗിക്കില്ല? Internal energy കൂട്ടാൻ. വേണ്ടി ഉപയോഗിക്കില്ല. ഓക്കെ, കറക്റ്റ്. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. പ്രണത വായിച്ചു. പ്രണത, Internal energy is a unique function of path because change in internal energy is ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജീസ് come on, change in internal energies Does not depends on the path. does not depend upon the path. അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ.
ഇനീഷ്യലും ഫൈനലും ഉള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഇൻ ബിറ്റ്വീനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? യെസ് സർ. ഏതാ ആൻസർ അപ്പോൾ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഫോർത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധ വായിച്ചു. ശ്രദ്ധ. The first law of thermodynamics is concerned with the law of conservation of ഏതാ? ടോട്ടൽ എനർജി ഈക്വൽ ടു ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് എന്നല്ലേ? അപ്പോൾ അത് ഫസ്റ്റ് ലോ ഈസ് കണക്റ്റഡ് വിത്ത് ആരുമായിട്ടാണ്? ഉറക്കെ പറയാം. energies. Energy. The first law of thermodynamics concerned with the law of conservation of energy. Okay. യെസ് സർ. Yes, sir. Yes, sir. Then Navaneet Krishna. Navaneet, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. If the amount of heat given to a system be 35 joule and the amount of work done by the system is minus 15 joule, then the change in the internal energy of the system is നമ്മൾ ആകെ 35 ജൂള് കൊടുത്തു, -15 ജൂള് വർക്ക് ചെയ്തു. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അല്ലേ മൈനസ് ഇടുക സാധാരണ? അതെ. അതെ. ഇപ്പൊ 35 ജൂള് നമ്മൾ ഹീറ്റായിട്ട് കൊടുത്തു, ഒരു 15 ജൂള് വർക്കും നമ്മൾ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത എനർജിയും വർക്കായി കൊടുത്ത എനർജിയും അവൻ ഇന്റേണൽ ആയിട്ട് വാങ്ങിച്ചു വെക്കല്ലേ ചെയ്യാം അല്ലേ? Yes, sir. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? യെസ് സർ. ഇപ്പൊ ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്നല്ലേ? യെസ് സർ. 35 ജൂള് നമ്മൾ കൊണ്ടേ കൊടുത്തു. 35 മൈനസ് 15. എന്തുകൊണ്ടാണ് -15 തന്നിട്ടുണ്ട്? അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടേ കൊടുത്താൽ എനർജി കൊണ്ട് കൊടുക്കുമ്പോഴാണ് മൈനസ് എന്ന് പറയുന്നത്, കംപ്രഷൻ. സോ ആൻസർ എത്രയായിരിക്കും? 50. അല്ലാതെ 35-ൽ നിന്ന് 15 മൈനസ് ചെയ്തിട്ട് 30 അല്ല എത്രയെന്ന് പറയുന്നത് 20 പറയരുത് കേട്ടോ. കാരണം നമ്മൾ കൊണ്ടേ കൊടുത്ത എനർജിയും വർക്കായി കൊടുത്ത എനർജിയും അവൻ മേടിച്ചു വയ്ക്കും. രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇന്റേണൽ എനർജിയുടെ വാല്യൂ വരിക. സോ 50 ജൂൾ. ഓക്കെ. സർ, ആ അപ്പൊ സൈൻ കൺവെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് എടുക്കണ്ട? നമ്മളെടുത്തിട്ടുണ്ടല്ലോ സൈൻ കൺവെൻഷൻ. ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോ മാറ്റണ്ട അല്ലേ? ശരി. അല്ല, ഓൾറെഡി ഉണ്ടല്ലോ. കാരണം കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്ക്. 35 ജൂൾ ഓൾറെഡി കൊടുത്തു, പിന്നെ ഒരു 15 ജൂൾ വർക്കും കൊടുത്തു. രണ്ടും കൂടെ അവന്റെ കയ്യിലുണ്ടാവില്ലേ ചെയ്യുക അതെ അതെ. കേട്ടോ. അടുത്ത വർക്ക് ഡൺ ബൈ എൻ ഐഡിയൽ ഗ്യാസ് ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ work done by ideal gas during an isothermal process depends on equation പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 2.303 nRT into log base 10 V1 by V2 അങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? V2 by V1. അപ്പോ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? എക്സ്പാൻഷൻ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ആൻസർ ഏതാ? ഓൾ ദ എബോവ്. ഇപ്പോൾ വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ് കാണാൻ ഇക്വേഷൻ എല്ലാവരും ഓർമ്മിച്ച് വെച്ചോ. 2.303 nRT ഇൻറ്റു ലോഗ് V2 by V1 എന്നാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്താൽ കിടക്കുന്നു, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താൽ കിടക്കുന്നു, എക്സ്പാൻഷൻ റേഷ്യോ V2 by V1 അതിനെ ഡിപ്പെൻഡ് ചെയ്യും. 3 പേരും ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ക്ലിയർ ആയോ? അടുത്ത നന്ദ വായിച്ചു. നന്ദ.
The gas law PV by T constant is true for ഈ PV/T എന്ന് പറഞ്ഞ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ ഏതിന് ഉപയോഗിക്കാം? ഐസോതെർമൽ ആണോ അഡയാബാറ്റിക് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. പോയാ നീ no sir. എന്നാ പറയും. പറഞ്ഞോ, തെറ്റാണ് തെറ്റിക്കോട്ടെ, പറഞ്ഞോ. നീ പഠിച്ചുള്ള ഗ്യാസ് ലോ എന്ന് പറഞ്ഞേ. Diabetic ano sir? ആ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. PV is equal to NRT. അപ്പൊ PV/T എന്താ വരിക? NR. NR. ഈ NR എല്ലാവർക്കും കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ PV/T ഈസ് കോൺസ്റ്റന്റ് ഫോർ ആർക്ക് പറയാൻ പറ്റും? Sir, see options let's open. ആരാ ആൻസർ പറഞ്ഞേ? ആ, ബോത്ത് അഡയാബാറ്റിക് ഐസോതെർമലിനാണോ പറഞ്ഞേ? കറക്റ്റ് ആണ് കേട്ടോ. ഐസോതെർമൽ അഡയാബാറ്റിക് ഒന്നുമല്ല, എല്ലാ പ്രോസസ്സിനും അപ്ലിക്കബിളാ. PV/T ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഫോർ ഓൾ തെർമോഡൈനാമിക്കൽ പ്രോസസ്സസ്. ഓക്കെ, not only for adiabatic, not only for isothermal, not only for isobaric, not only for isochoric, not only for cyclic, എല്ലാ പ്രോസസ്സുകൾക്കും PV/T കോൺസ്റ്റന്റ് ആയിരിക്കണം. അതിൽ നമ്മൾ ഓരോരോ കണ്ടീഷൻ പറയും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയ ഐസോതെർമൽ എന്ന് പറയും, അങ്ങനെയുള്ളൂ. പക്ഷെ PV/T എന്ന് പറയാൻ എല്ലാവർക്കും വാലിഡ് ആയിരിക്കണം, എല്ലാ പ്രോസസ്സിനും വാലിഡ് ആയിരിക്കണം. എത്ര തെർമോഡൈനാമിക്കൽ പ്രോസസ്സ് ഉണ്ടെന്ന് എന്താ ആകെ? Isothermal. അല്ലല്ല, ഹൗ മെനി തെർമോഡൈനാമിക്കൽ പ്രോസസ്സസ് ആർ ദർ? ഓർക്ക പറ. 4. ഏതൊക്കെ? ഐസോതെർമൽ, Isophoric, isobaric. ഐസോതെർമൽ, അഡയാബാറ്റിക്, ഐസോകോറിക്, ഐസോബാറിക്. അതാണോ 4 നീ പറഞ്ഞേ? അപ്പൊ സൈക്ലിക്കോ, റിവേഴ്സിബിളോ, ഇറിവേഴ്സിബിളോ എത്ര ഉണ്ട്? കെമിസ്ട്രി പഠിച്ച കുട്ടികളാണല്ലോ നിങ്ങൾ പറ, കെമിസ്ട്രിയിൽ എത്ര തെർമോഡൈനാമിക്കൽ പ്രോസസ്സുകൾ ഉണ്ട്? പരീക്ഷിത് പറഞ്ഞ 8 എണ്ണാണെന്ന്. പരീക്ഷിത് 8 എണ്ണം പഠിച്ചിട്ടുണ്ടോ? പരീക്ഷത്തിന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പരീക്ഷിത് 8 എന്നാ പറയണത്. 8 അല്ലെങ്കിൽ 7 സർ. 8 അല്ലെങ്കിൽ 7 എന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ? സാർ ഇൻഫിനിറ്റ് ആണോ? ആ, ഇൻഫിനിറ്റ് ആണ്. പറയാൻ പറ്റില്ല, അത്രയും പ്രോസസ്സുകൾ ഉണ്ട്. ഇൻഫിനിറ്റ് ആണ് പരീക്ഷിത് കേട്ടോ. ഓക്കെ സർ. എണ്ണാൻ പറ്റാത്ത അത്രയുണ്ട്. നമ്മൾ 4-5 എണ്ണേ പഠിക്കുന്നേ ഉള്ളൂ. നമ്മളെ +2 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കുറച്ചെണ്ണം മാത്രം പഠിക്കുകയാണ്. ഐസോതെർമൽ, ഐസോബാറിക്, നമുക്ക് പോളിട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞതാണ്. പോളിട്രോപിക് ഇടണ്ട, അത് നമ്മൾ തെറ്റി. ഇപ്പൊ PV² ഈസ് ഈക്വൽ കോൺസ്റ്റന്റ്, ഇതും ഒരു തെർമോഡൈനാമിക്കൽ പ്രോസസ്സാ. PV³ ഈസ് എ കോൺസ്റ്റന്റ്, അത് വേറൊരു തെർമോഡൈനാമിക്കൽ പ്രോസസ്സാ. P²V/T ഈസ് എ കോൺസ്റ്റന്റ്, അത് വേറൊരു പ്രോസസ്സാ. T പറ്റില്ല. P²V ഈസ് ഈക്വൽ കോൺസ്റ്റന്റ് വേറെ പ്രോസസ്സാ. അപ്പോൾ ഇൻഫിനിറ്റ് പ്രോസസ്സുകൾ ഉണ്ട് കേട്ടോ. ഓക്കെയാണോ? ഞാനും അതെ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിചാരിച്ചിരുന്നത് നന്ദ പറഞ്ഞ പോലെ 4 എണ്ണമായിരുന്നു. ഐസോതെർമൽ, ഡയബാറ്റിക്, ഐസോകോറിക്, ഐസോബാറിക് 4 എണ്ണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ +2 കഴിഞ്ഞപ്പോൾ മനസ്സിലായി വേറെ ഉണ്ട്, സൈക്ലിക് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറേ ഉണ്ടെന്ന്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. ഗിരിധർ വിജയ്. ഗിരിധർ
ഗീരിതരം ഉണ്ടാവില്ല. എന്നാൽ ഫ്രാങ്കോ വായിച്ചു. ഫ്രാങ്കോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100-gram bullet moving with a speed of 500 meters per second enters a block of ice. The mass of ice that melt is ബുള്ളറ്റിന്റെ മാസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ബുള്ളറ്റിന്റെ കൈനറ്റിക് എനർജി നമുക്കറിയാം, ½ mv², അല്ലേ? ഈ എനർജി ഉപയോഗിച്ച് ആരെ പോയി ഇടിച്ചു? ഐസിനെ പോയിട്ട് ഇടിച്ചു. അപ്പോൾ ഐസ് മെൽറ്റ് ആവാൻ തുടങ്ങി, അല്ലേ? അപ്പം നമുക്കിങ്ങനെ അസ്യൂം ചെയ്യാം, ഈ ബുള്ളറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന കൈനറ്റിക് എനർജിയാണ് എന്തായിട്ട് മാറിയത്? ഹീറ്റായിട്ട് മാറിയത്. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഐസ് മെൽറ്റ് ആയത്. ഓക്കെ, ഓക്കെ സർ. ഓക്കെ സർ. ദാറ്റ് ഈസ് ഈക്വൽ ml. ഐസിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ട എനർജി ml അല്ലേ? നമുക്ക് ഈ സ്മോൾ എം ആ വേണ്ടത്. എത്ര ഗ്രാം ഐസ് മെൽറ്റ് ആവുന്നല്ലേ ക്വസ്റ്റ്യൻ, അല്ലേ? യെസ് സർ. അപ്പൊ എം ഈസ് ഈക്വൽ എന്ത് കിട്ടും? എം ഈസ് ഈക്വൽ ടു ½ mv² / L എന്ന് വരും. ഹാഫ് ഇൻറ്റു മാസ് തന്നിട്ടുണ്ടാവും. 100 ഗ്രാം, ഗ്രാമിൽ തന്നെ ഇട്ടാൽ മതി. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലും കൊടുത്തു. അപ്പോൾ 500² ബൈ ക്യാപിറ്റൽ L എന്ന് പറയുമ്പോൾ 80 കാലോറീസ് പെർ ഗ്രാമാണ്. ഗ്രാമിനെ മാറ്റണ്ട, കാരണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഗ്രാം വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം എന്ത് ചെയ്യണം? കാലോറീനെ മാറ്റണം. അപ്പം 80 × 4.2. എന്തിനാ 4.2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് മനസ്സിലായോ? ജൂളിലേക്ക് ആക്കാൻ. കാലോറീനെ ജൂളിലേക്ക് മാറ്റാനാണ്. ഇപ്പം നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മാസ് ഗ്രാമിൽ കൊടുത്തത് കാരണം നമ്മുടെ ഫൈനൽ ആൻസർ ഗ്രാമിലായിരിക്കും. ഓക്കെ, ഓക്കെ സർ. 37.2 ആണോ? ആണോ? ഇല്ല. കറക്റ്റാണ്. 37.4 ആണ്. ആർക്ക് ആൻസർ കിട്ടി? 37. വൈഷ്ണവ്, ഗ്രേറ്റ്, ഗുഡ്. 37.2 ആണ് ആൻസർ. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുവരെ ഉണ്ടായ ആ പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റൻ ഒരു റൗണ്ട് കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു പാറ്റേൺ മനസ്സിലാവും. NDAക്ക് ചോദിച്ച പാറ്റേൺ എങ്ങനെയാണ്. അത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും മെൻ്റൽ എബിലിറ്റിയും കുറച്ച് നിങ്ങൾക്ക് GKയും എല്ലാം ചോദിക്കുന്നില്ലേ? എല്ലാം ചെയ്ത് നോക്കാം, ഒരു റൗണ്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ഒരു 4, 5, 6 മോക്ക് ടെസ്റ്റുകൾ ഈ എക്സാമിനേഷന് പോകുന്നതിന് മുന്നേ എഴുതുക. നിങ്ങൾക്ക് ബിഗ് ചേഞ്ച് വരും, ഉണ്ടല്ലേ? നമുക്ക് ഓണത്തിൻ്റെ അന്ന് ക്ലാസ് വെക്കാം, അല്ലേ? ഓണത്തിന് നാട്ടിൽ പോകണ്ട? അല്ല, ഓണത്തിന് നാട്ടിൽ പോകണ്ടോ? ഓണം സെലിബ്രേഷൻ ഉണ്ടാ? തിരുവോണത്തിന് അന്ന് ക്ലാസ് വെക്കണം എന്ന് ആഗ്രഹമുള്ളവരുന്ന് കൈവന്നിച്ചേ. തിരുവോണത്തിന് അന്ന് ഞാൻ റെഡിയാണ്. എന്താ, ഫ്രാങ്കോ റെഡിയാണ്, ശ്രീരാം റെഡിയാണ്. ശ്രീരാം ഏത് ബാച്ചിലാണ് പഠിക്കുന്നത്? പാർവതി ഓക്കെയാണ്. ആദിത്യ കൃഷ്ണ ഓക്കെയാണ്. വ്യാസക്കാരും ഒക്കെ അല്ല തോന്നുന്നു, അല്ലേ? നിങ്ങൾ വരുമെങ്കിൽ ക്ലാസ് വയ്ക്കും, ഒരാളായാലും.
കാരണം നമുക്ക് ഇപ്രാവശ്യം മാവേലിയോട് പറയാൻ ഒരു റീസൺ ഉണ്ട്. ഇതാണ് റീസൺ. നിങ്ങളുടെ ഇപ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾ കുറേ ദിവസമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടേ? വെറുതെ ഞാൻ കുറേ ക്ലാസ് കേട്ടു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ കേട്ടോ. അതിന് ഔട്ട്പുട്ട് ഉണ്ടാകുമ്പോഴേ അതുകൊണ്ട് കാര്യമുള്ളൂ. ആ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്രയും ഫീസൊക്കെ തന്ന് നിങ്ങളെ അച്ഛനമ്മമാർ പഠിപ്പിക്കുമ്പോൾ ഷുവറായിട്ടും നിങ്ങളത് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഓക്കെ ആണോ? ആ, പരീക്ഷിതും ഫ്രാങ്കോ ഉണ്ട്, രണ്ടുപേരും സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ ക്ലാസ് വെക്കും കേട്ടില്ലേ? സാർ പിന്നെ നമ്മളുടെ എക്സാം സെപ്റ്റംബർ 14 അല്ലേ? ആ, സെപ്റ്റംബർ 14. സാർ അതിനായിട്ട് നമുക്ക് ഒരു മെയിൽ ഇതുവരെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ എനിക്ക് ഒരു മെയിൽ റിസീവ് ചെയ്തിട്ടില്ല. എക്സാമിനെ കുറിച്ച്, എക്സാം ഡേറ്റ് കുറിച്ചോ ഹാൾ ടിക്കറ്റ് കുറിച്ചോ ഒന്നും ഇൻഫോം ചെയ്തില്ല. ബാക്കിയുള്ളവർക്കൊക്കെ വന്നിട്ടുണ്ടോ? വൈഷ്ണവ് നിനക്ക് വന്നോടാ? സാർ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ആയിട്ടില്ലല്ലോ. ആയിട്ടില്ല. അപ്പോൾ വരുമ്പോൾ അറിയും അല്ലേ? ആ, മെയിൽ വരും. മെയിൽ വരും. പരീക്ഷിത ടെൻഷൻ എക്സാം അടിക്കണ്ട കേട്ടോ. ഡേറ്റ് ഒന്നും മെയിൽ ഒന്നുമില്ല. അവര് പറഞ്ഞു മെയിൽ വരുമെന്ന്, പക്ഷെ ഇതുവരെ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഒരു മെയിൽ വന്നില്ല. ആർക്കും വന്നിട്ടില്ലല്ലോ? സാർ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. അപ്പൊ പേടിക്കണ്ട കേട്ടോ. ഓക്കെ സാർ. എൽട്ടൺ പേജോ ഏത് ബാച്ചിലുള്ള കുട്ടിയാടാ? മാർത്താണ്ഡം. ആ ലോഗോ എന്താ? ഈ പേജോ എന്നാണോ എഴുതി വെച്ചിരിക്കണേ? ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി. അങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങൾ ശരിക്കും എല്ലാവരും. നമ്മളൊരു ബ്രാൻഡൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യണം. പേജോ കൺഗ്രാറ്റ്. Bye. Have a nice day. Thank you, sir.